കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ഓ ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? ആ മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞുപോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഞങ്ങൾ ഈ കോലത്തിൽ പുകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പ് അല്ല സാറേ, ഒറിജിനലാ. സാറ് കൊണ്ടുവന്ന ഈ പൊന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കേണ്ട ബോംബ് ഇന്റർവെല് പൊട്ടിച്ചു. പിന്നെ പേടിപ്പിക്കില്ലടോ. അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം. സാർ ചെല്ല്. ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മഹത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം. അല്ല അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്? ആ ആറ്റം ബോംബിനെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാവൽ ഏജൻസി? അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തായാലും സാറേ, എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല. ഇതുപോലെ ഒരാളെ അങ്ങനെ ആക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. 14 റീൽ ഓടിക്കാതെ വേഗം ക്ലൈമാക്സ് പറ സാറേ. അതായത് അയാൾ വന്നിട്ടുള്ള ജർമ്മനിന്നാണല്ലോ, അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചയക്കുക. അവിടെ അയാളെ ഏറ്റെടുക്കാൻ, എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം മുതലേ അറിയാത്രേ. ഇങ്ങനെ ഒരുത്തിന് അവർക്ക് എന്തിനാ? സാധാരണ കുട്ടികളല്ലേ ദത്തെടുക്കാറ്? അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ്റ്റർ സാമുൽ ഐസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയാ. ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം. മിസ്റ്റർ ആനന്ദക്കുട്ട ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ വൈകിട്ട് വിളിക്കാം. അല്ല സാറേ, ഒന്നിന്നേ. സംഗതി ലൈഫ് ലോങ് അവന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. പക്ഷെ ഈ ഏട്ടൻ നിലയിൽ എന്റെ കാര്യം ഇവിടെ സേഫ് അല്ല. അവൻ കാരണം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ട്. അതെനിക്ക് കിട്ടണം. അത് മാത്രം കിട്ടുന്ന കാര്യം നമ്മുടെ ജോലി വരെ പോയില്ലേ, അതിനൊരു നഷ്ടപരിഹാരം ഉണ്ടാവണ്ടേ? അപ്പൊ ഞാൻ പറയല്ല, എല്ലാവരും കൂട്ടി ഒരു സാറേ ഞാൻ പറയാൻ വരട്ടെ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. ഇനി എന്തൊട്ട് ഇത്ര ആലോചിക്കാൻ? സാറേ, ഏതാണ്ടൊരു 2, 4, 5, 6, 7, 8, 9, 10 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. എത്രയെന്ന്? 10 ലക്ഷമെങ്കിലും മതിയല്ലടാ. ഓക്കെ, ഈ കാര്യം ഞാൻ അവരെ അറിയിക്കാം. പണത്തിന്റെ കാര്യത്തില് അവര് വില്ലിങ് ആവുന്നാണ് എന്റെ ധാരണ. പക്ഷേ ഇത്രയും വലിയ തുക. എത്ര വലിയ തുക? സാറല്ലേ പറഞ്ഞ അയാളോടത്ത് കോടീശ്വരന്ന്. ഇത് അയാൾക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ. സാറ് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ. എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ലടാ എന്നോട് ഉണ്ട് ഉണ്ടോ? എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവരം അറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി, ഞാനൊരു മനുഷ്യനല്ലേ. അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം എന്തിനാ ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ. ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ല സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പണ്ടെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ? എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ ജർമ്മനിയിൽ നിന്ന് വന്ന പച്ചക്കുതിരയാണെന്ന്. നീ അങ്ങനെ പലതും പറഞ്ഞാണ്, എനിക്കതൊക്കെ ഓർത്തിരിക്കാൻ പറ്റൂ. എന്റെ ഇങ്ങോട്ട് വാ കുട്ടി. നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരക്ക് വല്ല വെറ്റൂല പുല വല്ല മുതിര പഴംപുരി എന്തെങ്കിലും പുഴിഞ്ഞുണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ, കേട്ടോടാ ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഹലോ, അതെ. നിങ്ങളാരാ? ക്ലിന്റനോ? നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൺ, ഒരാൾ ക്ലിന്റൺ. ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കാ? നശിപ്പിച്ചല്ലോ. അതാ പ്രൊഡക്ഷൻ കൺട്രോളിൽ ക്ലിന്റൺ പെരേരയാ. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. 2-3 ദിവസമായല്ലോ താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെ വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ,
ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പടം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ അരയില് ബെൽറ്റ് ബോംബും കെട്ടിവെച്ചാണോ വരവ്? എന്നാൽ എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ തന്റെ അരബുദ്ധി അനിയൻ കാരണം 3 ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയൻകാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ യാത് ബാങ്കാ കൊള്ളയടിച്ചത്? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക് ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100ന്റെ കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമൊടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 lakhs. ഇനി ആലോചിച്ചിട്ടെന്താ? പറഞ്ഞ കാശ് കൊടുക്കാൻ അവർ തയ്യാറായ 100% എനിക്ക് ഉറപ്പാ കുട്ടേട്ടൻ ആ സാധുവിനെ പറഞ്ഞു വിടൂന്ന്. അങ്ങനെ കലാകാരൻ അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് പൊന്നായി. കാര്യങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും പെട്ടെന്നായി. 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ട്രാവൽ ഏജൻസിന്ന് കൈപ്പറ്റി. ബാക്കിയുള്ള 5 ലക്ഷം അവനെ കൊണ്ടുപോകുമ്പോ നേരിട്ട് തരാന്ന് എഗ്രിമെന്റ് എഴുതി. ആ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടപരിഹാരം എബ്രഹാം ലിങ്കന്റെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് വരുന്ന വഴി നമ്മുടെ ടീമിൽപ്പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങൾക്കും 5000 രൂപ വെച്ച് വീതിച്ചും കൊടുത്തു. അവര് സന്തോഷിക്കട്ടെ. ആ പിന്നെ നമ്മുടെ പ്രശസ്ത സീരിയൽ നടി സരസുവിന്റെ കയർപിരിമാല ബാങ്കിൽ നിന്ന് ഇതെടുത്ത് ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ കൊരാള കുട്ടിയെ എന്താന്നറിയില്ല, ഈ പ്രകൃതിക്കൊക്കെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്യും. ഈ കാർമേഘം വിട്ടുവഞ്ഞ നീലാകാശം എന്ന് നമ്മൾ സാഹിത്യകാരന്മാർ പറയില്ലേ അച്ഛാ? അതാ ഇവൻ ഉദ്ദേശിച്ചത് അല്ലേ? ആരുണ്ടാക്കിന്ന്? അല്ല, ഞങ്ങള് ദാ അതുകൊണ്ട് ആദ്യം ഇതങ്ങോട്ട് പിടിക്കും. പിന്നെ ദാ ഇത് ലേറ്റസ്റ്റ് മോഡലിലെ കമ്മലുകളാ. ഈ ഇടപാടിൽ സരസ്വനെ വെട്ടിച്ച് മുങ്ങിയും പൊങ്ങിയൊക്കെ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് എന്റെ വക ഫ്രീ. ആ പാവത്തിന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുള്ള ഒരു ഫ്രീ എനിക്ക് വേണ്ട. ദേ കിടക്കുന്ന സെന്റിമെന്റ്സ് വേണ്ടെങ്കി വേണ്ട. 2 ദിവസം കഴിഞ്ഞ് നീ തന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അച്ഛാ ദാ ഇത് 20,000 രൂപയുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു. പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടപ്പുറപ്പല്ലടാ. അതും അങ്ങനെ ഒരു കുട്ടി. അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമുണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുവന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്, ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം എന്താന്ന് എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ന്യായീകരിക്കുക തന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കിൽ അവന് പൊട്ടിച്ച് കളിക്കാൻ ആഴ്ചയിൽ പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് ഇട്ട് കൊടുത്തേനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്കുക തന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. പ്ലീസ് ആ പാക്കറ്റ് കണ്ടത്. ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ട് എടുക്കാം, അതല്ല ഈ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. ഓ പഴയ കടക്കാരൊക്കെ ഒന്ന് പിരിച്ചുവിടാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസില്ലട്ടാ, ഓൺലി ബോയ്സ്.